ഭക്ഷ്യമേഖലയിൽ UAE ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തി DMCCയുമായി സഹകരിച്ച് UAE ഫുഡ് ക്ലസ്റ്റർ. ഗൾഫ് ഫുഡിൽ ഇന്ത്യയുടെ കൺട്രി പാർട്ട്ണർ പങ്കാളിത്തത്തിന്റെ ഭാഗമായി UAE ഫുഡ് ക്ലസ്റ്റർ ഉന്നതതല സമ്മേളനം സംഘടിപ്പിച്ചു. UAEയുടെ ക്ലസ്റ്റർ അധിഷ്ഠിത സാമ്പത്തിക വികസന സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് ചർച്ചകൾ നടന്നത്. ഊർജം, വ്യോമയാനം, തുറമുഖങ്ങൾ തുടങ്ങി നിലവിലുള്ള ക്ലസ്റ്ററുകളോടൊപ്പം ഭക്ഷ്യമേഖലയെ മുൻഗണനാ വളർച്ചാ മേഖലയായി UAE കരുതുന്നു. സർക്കാർ, വ്യവസായം, എക്കോസിസ്റ്റം പങ്കാളികൾ എന്നിവയെ ഏകോപിപ്പിക്കുന്ന വേദിയായി UAE ഫുഡ് ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നു. ഭക്ഷ്യവ്യാപാരം, മൂല്യവർദ്ധനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ UAEയെ ആഗോള ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഭക്ഷ്യ സംസ്കരണം, കൃഷി, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്, മൂല്യവർദ്ധിത വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ബലപ്പെടുത്താൻ അപ്പേഡ, ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം, കൃഷി സാങ്കേതിക സ്ഥാപനങ്ങൾ, വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫുഡ് പാർക്കുകൾ എന്നിവയുമായി അടുത്തു പ്രവർത്തിക്കാൻ UAE ഫുഡ് ക്ലസ്റ്റർ തീരുമാനിച്ചു. ഇന്ത്യ UAE അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, കയറ്റുമതി, റീ എക്സ്പോർട്ട് എന്നിവ സുഗമമാക്കുന്നതിന് ഭക്ഷ്യ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഏകീകരിക്കുന്നതിനുള്ള മന്ത്രിതല ശ്രമങ്ങളും അംഗീകരിക്കപ്പെട്ടു. തുറമുഖങ്ങൾ, റീ എക്സ്പോർട്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ, റീപാക്കേജിംഗ് ശേഷികൾ, വ്യാപാര സൗകര്യങ്ങൾ എന്നിവയിൽ UAEക്കുള്ള കരുത്ത് പ്രയോജനപ്പെടുത്തി ആഗോളതലത്തിൽ ഭക്ഷ്യ ക്ലസ്റ്ററുകളെ ബന്ധിപ്പിക്കുക എന്നതാണ് UAE ഫുഡ് ക്ലസ്റ്ററിന്റെ ദീർഘകാല പദ്ധതി. ഈ സഹകരണത്തിന്റെ ഭാഗമായി UAE ഫുഡ് ക്ലസ്റ്ററും DMCCയും തന്ത്രപ്രധാന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയ സെക്രട്ടറി അവിനാഷ് ജോഷിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘവും ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കെ ശിവൻ, കോൺസുലേറ്റിലെ വ്യാപാര നിക്ഷേപ വിഭാഗത്തെ പ്രതിനിധീകരിച്ച BG കൃഷ്ണൻ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൗൺസിലർ രോഹിത് മിശ്ര എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.